ലോകവാർത്തകളുമായി ഫോക്കസ് വേൾഡ്. സ്വാഗതം പുതിയൊരു അധ്യായത്തിലേക്ക്. ഇറാനിലെ സൗത്ത് ഖൊറാസൻ പ്രവിശ്യയിലുള്ള കൽക്കരി ഖനിയിൽ മീഥേൻ വാതകം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 51 മരണം. ടെഹ്റാനിൽ നിന്ന് 540 കിലോമീറ്റർ അകലെ ടബാസിലാണ് ഖനി. 97ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യൻ എൻട്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട് ബോളിവുഡ് ചിത്രം ലാപ്ത ലേഡീസ്. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ 13 അംഗ ജൂറിയാണ് ചിത്രം തിരഞ്ഞെടുത്തത്. 29 ചിത്രങ്ങൾക്കൊപ്പം മത്സരിച്ചാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്ത്യയുടെ എൻട്രി ആയത്. മലയാളത്തിൽ നിന്ന് ആടുജീവിതം, ഉള്ളൊഴുക്ക്, ആട്ടം തുടങ്ങിയ ചിത്രങ്ങൾ എൻട്രിക്കായി പരിഗണിച്ചിരുന്നു. US മുൻ പ്രസിഡന്റും നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ വധശ്രമ പദ്ധതികൾ മെനയുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഇറാൻ ഭീഷണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസാണ് ട്രംപിന് കൈമാറിയത്. ട്രംപിനെ വധിച്ച് UFൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UFന്റെ സഹകരണത്തോടെ ഇന്ത്യയിൽ ആദ്യ ദേശീയ സുരക്ഷാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ധാരണ. US സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും ഇന്ത്യൻ സൈന്യത്തിനും ആവശ്യമായ ചിപ്പുകൾ നിർമ്മിച്ചു കൈമാറുന്ന ഫാബ്രിക്കേഷൻ പ്ലാന്റ് 2025ഓടെ സ്ഥാപിക്കാനാണ് US പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പായി ഖലിസ്ഥാൻ പ്രസ്ഥാനത്തോട് അനുഭാവം പുലർത്തുന്നവരുമായി കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൌസ്. അമേരിക്കൻ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന പൗരന്മാരെ അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഖലിസ്ഥാൻ വിഘടനവാദികൾക്ക് കാനഡയും USഉം അഭയം നൽകുമെന്ന ആശങ്ക ഉയരുന്നതിനിടെയാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. പുതിയ വാർത്തകളുമായി അടുത്ത വാരത്തിൽ.